നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈംഗിക സുഖ അനുഭൂതിയുടെ പാരമ്യമാണ് രതിമൂർച്ച എന്ന് പറയുന്നത്. ആണിനും പെണ്ണിനും രതിമൂർച്ച ഉണ്ടാവും. ലൈംഗിക ബന്ധത്തിലും സ്വയംഭോഗത്തിലും ഏർപ്പെടുമ്പോൾ ഇത് അനുഭവപ്പെടാറുണ്ട്. ഒരേ സമയം ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന അനുഭൂതിയാണിത്. തലച്ചോർ ആണ് രതിമൂർച്ചയുടെ പ്രഭവ കേന്ദ്രം. നമ്മൾ മിക്കപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ലൈംഗിക അവയവമാണ് രതിമൂർച്ചയുടെ പ്രഭവ കേന്ദ്രം എന്നാണ്. പക്ഷെ അതല്ല, നമ്മുടെ തലച്ചോറാണ് രതിമൂർച്ച നമുക്ക് അനുഭവപ്പെടുത്തുന്നത്. ലൈംഗിക അവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ചു ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. രതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിയമനം. തലച്ചോറിലെ സന്തോഷകരമായ രാസമാറ്റങ്ങൾ ആണിതിന് കാരണമെന്ന് പറയപ്പെടുന്നു. നാഡീഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയിൽ പങ്കുവഹിക്കുന്നു. രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്യാനന്ദം, അതിനുശേഷമുള്ള നിർവൃതി, ഇവ മനുഷ്യരുടെ സംതൃപ്തിക്ക് പ്രധാനമാണ്. സ്ത്രീ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നു. രതിമൂർച്ചയിൽ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദം ഒന്നിച്ചാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് മാത്രം. രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീഭവിപ്പിക്കുവാൻ പറ്റും എന്നതാണ് മറ്റൊരു സവിശേഷത. തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിന് കാരണം. ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച, കേൾവി എന്നിവയും ഈ മന്ദിപ്പ് ബാധിച്ചേക്കാം. ഇതിനുശേഷം കൂടുതൽ ലാളന ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും സ്ഖലനത്തിനു ശേഷം തിരിഞ്ഞുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കാറുണ്ട്. ഞാൻ മുമ്പ് പല വീഡിയോയിലും ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ആണുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് സ്ഖലനം ഉണ്ടായതിനു ശേഷം അവർ തിരിഞ്ഞു കിടക്കും. എന്നാൽ സ്ത്രീ അതിനുശേഷം പരിലാളനകൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. അപ്പോ ഈ വീഡിയോ കേൾക്കുന്നവരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കേൾക്കുന്നവർക്കുണ്ടാകണ്ടേ. അപ്പം ആണുങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ലൈംഗികതയ്ക്ക് ശേഷം തിരിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെയല്ല, അവർക്കൊരു 5 മിനിറ്റെങ്കിലും അവർക്കൊരു പരിലാളന കൊടുക്കുവാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ആണുങ്ങൾക്ക് രതിമൂർച്ച എന്ന് പറയുന്നത് ശുക്ലസ്ഖലനത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയാം. ലിംഗാഗ്രത്തിൽ അനേകം നാഡീതന്തുക്കൾ നിറഞ്ഞ മകുടഭാഗത്തെ ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത്. ആണുങ്ങളിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷം പൊളാക്റ്റിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ മിക്ക പുരുഷന്മാർക്കും താൽക്കാലികമായ ചെറിയ തളർച്ച അഥവാ വിശ്രാന്തി അനുഭവപ്പെടാറുണ്ട്. ഇത് തികച്ചും ആരോഗ്യകരവും സ്വാഭാവികവുമാണ് കേട്ടോ. സ്ത്രീകളിൽ ഏകദേശം 15 സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു നിൽക്കാറുണ്ട്. ക്രിസരിയിൽ മൃദുവായ സ്പർശനം, ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് അവരെ നയിക്കുന്നു. 8000-ഓളം സംവേദനം നൽകുന്ന നാഡീഞരമ്പുകളുടെ സംഗമവേദിയാണ് ക്രിസരി. പുരുഷ ലിംഗാഗ്രത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരും ഇത്. യോനിനാളത്തിന്റെ മുൻഭിത്തിയിൽ നിന്നും ഏകദേശം 2-2.5 ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജി സ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ജി സ്പോട്ടിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത്. സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ലവിസർജനം ഉണ്ടാകുന്നില്ല. എന്നാൽ ആ സമയത്ത് യോനി വികാസം ഉണ്ടാവുകയും ബർത്തോളിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം യോനി ഭാഗത്തെ രക്തയോട്ടത്തിന്റെ ഫലമായിട്ടും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനി ഭാഗത്തെയോ ശരീരത്തിലെയോ മറ്റു ഭാഗത്തെയോ പേശികൾ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യാം. ഇത് പുരുഷ ബീജങ്ങൾ പെട്ടെന്ന് ഫെലോപ്യൻ ട്യൂബിലെത്താനും അതുവഴി ഗർഭധാരണത്തിനും സഹായിക്കുന്നു. സ്ത്രീകളിൽ എല്ലാ സംഭോഗങ്ങളും രതിമൂർച്ചയിൽ എത്തണമെന്നില്ല. പക്ഷേ പുരുഷന് ഏതാണ്ട് എല്ലാ സംഭവങ്ങളും രതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഉണർന്ന് പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ്. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട്. പൊതുവെ സ്ത്രീക്ക് അവർക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ എന്നുള്ളതാണ് സത്യം. പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായി ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുണ്ട്.
എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച നിർബന്ധമില്ല. എന്നിരുന്നാലും ഒരുപാട് കാലം ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു അനുഭൂതി സ്ഥിരമായി ലഭിക്കാത്ത അവസ്ഥയിൽ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യക്കുറവിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. സ്ത്രീകളിൽ രതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ്. മോശമായി പെരുമാറുകയും പിന്നീട് ആനന്ദം കണ്ടെത്താൻ സ്ത്രീയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും അവളുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോയി സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരിക്കലും അതുകൊണ്ട് തൃപ്തിയാവില്ല എന്ന് സാരം. ഇത് പല പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല. അവർക്ക് അവരുടെ പങ്കാളി ലൈംഗിക താല്പര്യത്തിന് വേണ്ടി മാത്രം മതി എന്നുള്ള ഒരുപാട് കാഴ്ചപ്പാടുള്ള പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അവളുടെ ലൈംഗിക ആസ്വാദനം നിങ്ങളിലൂടെ അവൾ ലൈംഗികമായി ആസ്വദിക്കണം, അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാട് മാറ്റുക. സ്ത്രീയെ ലൈംഗിക വസ്തുവായിട്ട് മാത്രം നിങ്ങൾ കാണാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പുരുഷൻ ആ രീതിയിൽ മാത്രം സമീപിക്കുമ്പോൾ അത് അയാളോട് വെറുപ്പിനും മിക്കപ്പോഴും ഭയത്തിനും ലൈംഗിക താല്പര്യക്കുറവിനും കാരണമായേക്കാം. യോനി സങ്കോചം പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം. തനിക്ക് രതിമൂർച്ച ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അനുഭവിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. സ്ത്രീകൾ എല്ലാവരും തനിക്ക് രതിമൂർച്ച ഉണ്ടായി എന്ന് തുറന്നു പറയണമെന്നില്ല. അത് അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പുരുഷന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, അതുപോലെ യോനിയിലെ നനവ്, ശീൽക്കാര ശബ്ദങ്ങൾ, അമിതമായിട്ടുള്ള വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണമാണ്. പുരുഷന്മാരിലും സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് സ്ത്രീകളുടെ അത്രയും അധികം നേരം അത് നീണ്ടു നിൽക്കില്ല എന്നുള്ളതേ ഉള്ളൂ. ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് മിക്കവർക്കും സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കുന്നത് ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പങ്കാളിയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയും ചോദിച്ചറിയുകയും ചെയ്താൽ രതിമൂർച്ച ഇരുവർക്കും തുല്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ ആമുഖ ലീലകൾ അഥവാ ഫോർ പ്ലേയിൽ ഏർപ്പെടുന്നത് രതിമൂർച്ച കൈവരിക്കുവാൻ ആവശ്യമാണ്. ഏത് ഭാഗത്ത് നിന്ന് ഏത് രീതിയിലേക്കുള്ള സ്പർശനമാണ് പങ്കാളിക്ക് ആസ്വാദികരമാകുന്നതെന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണ്. കുത്തുകളും തടിപ്പുകളും മറ്റുമുള്ള ഡോട്ടഡ്, റിബ്ഡ് തുടങ്ങിയ പേരുകളിൽ ലഭിക്കുന്ന ഗർഭനിരോധന ഉറകൾ സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാൻ സഹായകരമാണ് എന്ന് പറയപ്പെടുന്നു. ചില സ്ത്രീകളിൽ രതിമൂർച്ച വേളയിൽ സ്കിൻ ഗ്രന്ഥികളിൽ നിന്ന് ദ്രാവകം ധാരാളമായി പുറത്തേക്ക് പോകാറുണ്ട്. ഇതിനെ സ്ക്വിർട്ടിംഗ് അഥവാ സ്ത്രീസ്ഖലനം എന്ന് വിളിക്കുന്നു. എന്നാൽ എല്ലാ സ്ത്രീകളിലും ഇത് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഇത് തിരിച്ചറിയാനാവാത്ത വിധം ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. യോനിയിൽ ഉണ്ടാകുന്ന സാധാരണയായിട്ടുള്ള സ്നേഹദ്രവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണിത്. രതിമൂർച്ച ഉണ്ടാകുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നല്ല ഉറക്കം ലഭിക്കുന്നു, സ്ട്രെസ് കുറയുന്നു, സന്തോഷം നൽകുന്നു, അമിത രക്തസമ്മർദ്ദം കുറയുന്നു, വേദന കുറയ്ക്കുന്നു, പ്രത്യേകിച്ച് തലവേദന, ശാരീരിക വേദന, മൈഗ്രെയിൻ ഒക്കെ നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നു, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു, നല്ല മാനസികാരോഗ്യം, ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു, മധ്യവയസ്സ് പിന്നിട്ടവരിൽ മെച്ചപ്പെട്ട ഓർമ്മശക്തി, ചുറുചുറുക്ക് തുടങ്ങിയവ ഉദാഹരണമാണ്. സ്ത്രീകളിൽ ഇത് യോനിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നല്ല ലൈംഗികത ആസ്വദിക്കുന്ന പങ്കാളികൾക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 50 വയസ്സ് പിന്നിട്ടവർ രതിമൂർച്ചയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി നല്ല ലൈംഗിക ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. രതിമൂർച്ച ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ഡോക്ടറെ കണ്ട് പരിഹാര മാർഗങ്ങൾ തേടേണ്ടതാണ്. അതുപോലെ ഏറ്റവും അധികം ആർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല രാജ്യങ്ങളിലും ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ രതിമൂർച്ച ദിനമായി ആചരിച്ചു വരുന്നു. നമ്മുടെ ഇന്ത്യയിലൊന്നും അതില്ലെന്നേ ഉള്ളൂ. ബ്രസീലിലാണ് ആദ്യമായി ഇത് നിലവിൽ വന്നത്. ഇത് സ്ത്രീ ലൈംഗികത, രതിമൂർച്ച, അതിന്റെ ഗുണങ്ങൾ എന്നിവയെപ്പറ്റി ബോധവൽക്കരണം നടത്താനും അതുവഴി രതിമൂർച്ചയിലെ
അസമത്വം പരിഹരിക്കാനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതിനു മുന്നോടിയായി ഓഗസ്റ്റ് 2 ദേശീയ രതിമൂർച്ച ദിനമായി US, കാനഡ, UK, ജർമ്മനി, നെതർലൻഡ്സ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ആചരിക്കുന്നുമുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ രതിമൂർച്ച അനുഭവിക്കുന്നത് നോർവേ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളാണെന്ന് ചില സർവേകൾ പറയുന്നു. ഇന്ത്യയിലെ 70% സ്ത്രീകൾക്കും സംഭോഗ സമയത്ത് രതിമൂർച്ച അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പഠനം തെളിയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രതിമൂർച്ചയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീയുടെ രതിമൂർച്ചയായാലും പുരുഷന്റെ രതിമൂർച്ചയായാലും രതിമൂർച്ചയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ പങ്കാളി അടുത്തില്ലെങ്കിൽ പങ്കാളിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.